സംസ്ഥാനത്ത് കാട്ടാനക്കലിയിൽ വീണ്ടും മരണം. അതിരപ്പള്ളി വൈശ്ശേരി സ്വദേശി മോഹനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ആനമല അന്തർ സംസ്ഥാന റോഡ് നാട്ടുകാർ ഉപരോധിച്ചു. കൊല്ലപ്പെട്ട മോഹനന്റെ സഹോദരന്റെ വീട്ടിന് പിറകിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗത്ത് നിന്നാണ് കാട്ടാന ഈ സ്ഥലത്തേക്ക് വന്നത്. ഈ ആനയെ തുരത്താൻ മോഹനനും സഹോദരനും പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ആക്രമണം. പുലർച്ചെ 2:30യോടെയാണ് സംഭവം. വീട്ടുപറമ്പിൽ ആനയെത്തി കൃഷി നശിപ്പിക്കുന്നതിനിടെ ആനയെ തുരത്താൻ പോയപ്പോഴായിരുന്നു ആക്രമണം. പന്തം കൊളുത്തി സഹോദരനോടൊപ്പം ആനയെ തുരത്തുന്നതിനിടെ കാട്ടാന മോഹനന് നേരെ പാഞ്ഞെടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി വന്ന് ഒരു പന്തം കത്തിച്ച് ഇവിടെ വെച്ച്. പന്തം കത്തിച്ച് ആന പോകുന്ന പറഞ്ഞു. ആദ്യമായിട്ടാണ് പന്തം കത്തിച്ചത്. ആ പന്തം കത്തിച്ച് വെച്ചാൽ ആന ആ തെങ്ങ് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിമിഷം നേരം ആന ഇവിടെ എത്തിയെന്നുള്ളതാണ്. അപ്പോൾ ആന വന്ന വശം തന്നെ ആളെ തുമ്പിക്കേക്ക് തട്ടേത് ഓടി വന്നിട്ട് ഭയങ്കര സ്പീഡിൽ വന്നാണ്. പ്രദേശത്ത് കാട്ടാന ശല്യം പതിവാണ്. കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് കാട്ടാന കൃഷിനാശം വരുത്തിയിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർ ആനമല അന്തർ സംസ്ഥാന പാത 1 മണിക്കൂറോളം ഉപരോധിച്ചു. വീടിന് ഉമ്മറത്താണ് മനുഷ്യജീവൻ പടഞ്ഞു വീഴുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ച് വേറെ സുരക്ഷിതമായിട്ടുള്ള വേറെ മാർഗ്ഗമില്ല. സ്വന്തം വീട്ടിൽ പോലും കടന്നുറങ്ങാൻ പറ്റാത്ത അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കടന്നു പോകാന്ന് വെച്ചാൽ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് കൃത്യമാർന്ന പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് സർവകക്ഷി എന്നുള്ള നിലയിലുള്ള ഞങ്ങളുടെ ഉറച്ച നിലപാടും തീരുമാനവും അതാണ്. ആനയെ പ്രദേശത്ത് നിന്ന് മാറ്റണമെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നുമാണ് ആവശ്യം. വനമന്ത്രിയിൽ നിന്നും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ബഹുമാനായ ഫോറസ്റ്റ് മന്ത്രി ഷിബു ബേബിയോന്റെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരമല്ല ആവശ്യം. ഇവിടെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനായിട്ടുള്ള, അവരുടെ പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആവശ്യം. തിങ്കളാഴ്ച വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ ഉന്നതതല യോഗം ചേരും. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം അതിരപ്പള്ളിയിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.